വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ അങ്ങനെ ശിവനും ചന്ദ്രയും പിന്നെ പ്രകാശും റാണിയും ഒക്കെ ശിവൻ്റെ ആ വാടക വീട്ടിലിരിക്കുന്ന സീനാണ് കാണിക്കുന്നത്. അന്നേരം പിന്നെ പ്രകാശിനോട് ശിവൻ ചോദിക്കുന്നുണ്ട്, ഇനി ഫ്യൂച്ചർ പരിപാടി എന്തൊക്കെയാണ്, പ്ലാൻ എന്തൊക്കെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അതൊന്നും അല്ലല്ലോ ഇവിടെ സംസാരിക്കേണ്ട വിഷയമെന്ന് പറയുകയാണ്. അന്നേരം എനിക്കിപ്പോൾ അസുഖമൊന്നുമില്ലല്ലോ, അതൊക്കെ ഇന്നലെ കഴിഞ്ഞില്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരത്തേക്കാണെങ്കിൽ ചന്ദ്രയാണെങ്കിൽ ഗുളികയായിട്ട് വരുന്നുണ്ട്. ഇങ്ങനെ ഒരാളെടുത്ത് തന്നാലേ കഴിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ അത് വലിയ കഷ്ടമാണ് എന്ന് പറയുന്നുണ്ട്. അന്നേരം കല്യാണം കഴിക്കാത്ത ആങ്ങളമാരെ നോക്കേണ്ടത് പെങ്ങന്മാരല്ലേ, പിന്നെ നിനക്ക് എന്താ പണി എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം മധുരയിൽ വീട് സെറ്റായാലും ഞാൻ പ്രകാശിനോടെ അങ്ങ് പോകുമെന്ന് പറയുക. അന്നേരം അപ്പം നീ എന്നെ ഫുൾ ടൈം രോഗിയാക്കാനുള്ള ഏർപ്പാടാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ റാണിയാണെങ്കിൽ ചായ കൊണ്ടുവരുന്നുണ്ട്. അവർക്കൊക്കെ ചായ റെഡിയായി കൊടുക്കുകയാണ്. ഈ സമയത്ത് വേലായുധനം എത്തുന്നുണ്ട്. വീടിയൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് കൊടുത്താന്നും പറഞ്ഞ് ചായ എടുക്കുന്നുണ്ട്. എന്നിട്ട് റാണി ഞാൻ വേറെ എടുത്തോളാം, ഇത് അച്ഛൻ കുടിക്കുമെന്ന് പറഞ്ഞ് എല്ലാവർക്കും കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇന്നലത്തെ പുകിലൊന്നും അച്ഛൻ അറിഞ്ഞില്ലല്ലോ, അങ്ങോട്ട് ചോദിച്ച് നോക്കുക എന്നിങ്ങനെ പറയുമ്പോൾ പറയുന്ന ഒന്നുമില്ല ചേട്ടാ, അതൊക്കെ ഇന്നലെ കഴിഞ്ഞു, അതൊക്കെ പ്രശ്നങ്ങളൊക്കെ ഇന്നലെ കഴിഞ്ഞു എന്ന് പറയുകയാണ്. അന്നേരം പിന്നെ ചന്ദ്ര പറയുന്നുണ്ട്, പിന്നെ ഇന്നലെ എന്തായാലും ആ ഒരു രാപ്പകലെന്നില്ലാതെ അല്ല അതിന് മുന്നേ പറയുന്നുണ്ട്, വേലായുധൻ ചേട്ടൻ്റെ മോളുണ്ടല്ലോ, ഇവളാണെങ്കിൽ എന്നെ കയ്യിലില്ലാത്ത മരുന്നും മന്ത്രമൊന്നുമില്ല, എല്ലാം നോക്കി സൂക്ഷിച്ച് പെരുമാറി എന്നൊക്കെ പറയുകയാണ്. അന്നേരം അവൾക്കൊരു ആങ്ങളെ ഇല്ലാത്തതിൻ്റെ കുറവ് ശിവം വന്നപ്പോഴാണ് തീർന്നതെന്ന് പിന്നെ വേലായുധൻ പറയുന്നുണ്ട്. അന്നേരം എന്തായാലും സിസ്റ്റർമാരെല്ലാം കൂടി പരിചരിച്ച് ഞാൻ അങ്ങോട്ട് രോഗത്തിൽ നിന്ന് മാറി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഇനി വേണ്ടത് ഏട്ടൻ്റെ ജീവിതത്തിലേക്ക് എല്ലാത്തിനും ഒരു അടുക്കും ചിട്ടയും ഒക്കെ വേണം, അപ്പോൾ എല്ലാം ഒക്കെ അറിയാവുന്നൊരു പെൺകുട്ടി കൂടെ വരികയാണ് വേണ്ടതെന്ന് പറയുന്നുണ്ട്. അന്നേരം വേലായുധൻ പറയുന്നുണ്ട്, ശിവൻ ഒന്ന് മോളിയാൽ മതി, എത്ര പെൺകുട്ടികൾ വേണമെങ്കിലും നമുക്ക് സെറ്റാക്കാം. ശിവൻ പറയുമ്പോൾ കല്യാണം എന്ന് പറയുകയാണ്. അന്നേരം അതൊന്നും വേണ്ട, എനിക്ക് ഇങ്ങനെയെങ്കിലും ജീവിച്ചു പോയാൽ മതി എന്നും പറഞ്ഞിട്ട് ഇപ്പോൾ ശിവൻ അങ്ങോട്ട് എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് ഞാൻ പോയിട്ട് വരാമെന്ന് പറയുന്നുണ്ട്. അന്നേരം യാത്ര പാടില്ല എന്ന് പറഞ്ഞ് പ്രകാശം കുറുകെ നിൽക്കുക. അന്നേരം എനിക്ക് പ്രശ്നമൊന്നുമില്ല, എനിക്കൊരു ചെറിയ ഹാർട്ടിൻ്റെ വാൽവിനൊരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു, അത് ഡോക്ടർ ഒന്ന് പരിഹരിച്ച് തീർക്കുകയും ചെയ്തു, അല്ല ജന്മന ഹാർട്ടിന് പ്രോബ്ലം ആളൊന്നുമല്ല, യാത്ര ചെയ്തൊന്നും കുഴപ്പമില്ല, ഞാൻ പോയിട്ട് വരാടാന്ന് പറയുകയാണ്. എന്നെ കാണാതിരുന്നാൽ സങ്കടപ്പെടുന്ന ഒരാളുണ്ട്, ബോധത്തോടെ അല്ലെങ്കിൽ എന്നെ അങ്ങനെ പോലെ കാണുന്ന ആൾ, ആ സ്നേഹത്തിന് കളങ്കമില്ല, അതുകൊണ്ട് പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് പ്രകാശ് പറയുന്നതൊന്നും കേൾക്കുന്നില്ല. വകവയ്ക്കാതെ ശിവൻ വണ്ടി എടുത്ത് പോവുകയാണ് ചെയ്യുന്നത്. അന്നേരം വേലായുധന് ഇറങ്ങുന്നുണ്ട്, എന്തോ വാഴയോ നടാനുണ്ടോ എന്ന് പറഞ്ഞിട്ട് പിന്നാലെ റാണിയും പോകുന്നുണ്ട്. അന്നേരം പ്രകാശ് പക്ഷേ വളരെ സീരിയസ് ആയിട്ട് ചന്ദ്രയോട് പറയുകയാണ്, ഈ അവസ്ഥയിൽ യാത്രയൊന്നും പാടില്ല, ശിവേട്ടൻ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ഹാർട്ടിന്, ഡോക്ടറെ കാണുകയാണ് വേണ്ടത്. അത് ശിവനോടും പറയുന്നുണ്ട്. പക്ഷേ ശിവൻ സമ്മതിക്കില്ല, ചന്ദ്രയോടും പറയുകയാണ്, ആയുസ് പിടിച്ചു നിർത്താനായിട്ട് നമുക്ക് കഴിയില്ല, പക്ഷേ ആയുസ് എടുക്കാൻ വരുന്ന കാലിനെ പിടിച്ചു നിർത്താനായിട്ട് നമുക്ക് കഴിയും, ഇതിൻ്റെ സീരിയസ്നെസ് ശിവേട്ടൻ അറിയില്ല, നീ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം, ഇത് ആപത്താണ് എന്നൊക്കെ ഇങ്ങനെ പ്രകാശ് പറയുമ്പോൾ ചന്ദ്ര പക്ഷേ ഇങ്ങനെ ക്ഷമിച്ച് നിൽക്കുന്നേ ഉള്ളൂ. ഇതേസമയം ശിവൻ വണ്ടി ഓടിച്ച് പോകുന്നുണ്ട്. അതേസമയം സോമശേഖരനാണെങ്കിൽ ഇങ്ങനെ മോർണിംഗ് വാക്കിന് ഇങ്ങനെ നടന്ന് പോകുന്ന ഇങ്ങനെ ഓടിപ്പോകുന്ന വഴിക്കാണെങ്കിൽ ശിവനാണെങ്കിൽ ഒരു ബോളും കറക്കി വരുന്നുണ്ട്. എന്നിട്ട് ഈ സോമശേഖരൻ്റെ നെഞ്ചത്തേക്ക് തെറിയുകയാണ്. അന്നേരം ശിവനാണെന്നുള്ള കാണുന്നില്ല, ആരുടെ അദ്ദേഹത്തേക്ക് ബോൾ എറിഞ്ഞെന്നും പറഞ്ഞ് ചുറ്റും നോക്കിയൊക്കെ വിളിക്കുകയാണ്. അന്നേരം ശിവനാണെങ്കിൽ ഇങ്ങനെ ക്ലാപ്പ് ചെയ്തുകൊണ്ട് കൈ കൊട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, സ്പോർട്സ് കോട്ടയിലെ പോലീസിലേക്ക് കയറി കൂടിയതല്ലേ, പിന്നീട് പോലീസ് ക്വാർട്ടേഴ്സിലെ ഒരുപാട് കളികൾ എന്നൊക്കെ പറഞ്ഞ് ട്രോഫികളൊക്കെ ഇങ്ങനെ വാരിക്കൂട്ടി അവസാനം പണിഷ്മെൻറ്റ് ട്രാൻസ്ഫറുമായിട്ട് പിന്നെ സോമശേഖരൻ വന്നെത്തിയത് ശ്രീ പത്മനാഭൻ്റെ മണ്ണിലേക്കാണ്. പക്ഷേ ഇവിടെ വരുന്നവർക്കൊക്കെ ഒരു കുഴപ്പമുണ്ട്, പിന്നെ നല്ലവണ്ണം വാഴുന്നവരാണെങ്കിൽ അങ്ങ് വാനോളം ഉയർത്തപ്പെടും, പക്ഷേ കുതികാൽ വെട്ടും ഇതൊക്കെ ആയിട്ട് നടക്കുന്നവരാണെങ്കിൽ മണ്ണിൽ ചവിട്ടി താഴ്ത്തുക തന്നെ ചെയ്യും. ഒരു തെറ്റും ചെയ്യാത്ത മഹാബലി വരെ ചവിട്ടി താഴ്ത്തിയില്ലേ, പിന്നെ അല്ലേ ഈ സോമശേഖരൻ എന്നിങ്ങനെ പറയുകയാണ്. സോമശേഖരന് ചുറ്റും കറങ്ങിക്കൊണ്ട് ഇങ്ങനെ ശിവങ്കറ ഡയലോഗ് അടിക്കുന്നുണ്ട്. അന്നേരം നിനക്ക് എന്തെടാ പുറപ്പാട്, നിനക്ക് കിട്ടിയതൊന്നും പോരെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം അത് തിരിച്ചു തരാൻ തന്നെയാണ് വന്നത്, എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വാങ്ങിച്ച് എല്ലാം തിരിച്ചു കൊടുക്കണമെന്നുള്ളത്, മുടിയനായ പുത്രനല്ലല്ലോ, അനുസരണയുള്ള മകനല്ലേ, അപ്പോൾ തന്നെ കൊടുക്കാൻ തന്നെയാണ് വന്നതെന്ന് പറയുകയാണ്. നീ കുറ്റിക്കാടനല്ലേ, കുറ്റിക്കടനിട്ട് തരാൻ തന്നെയാണ്, ഇവിടെ നിന്ന് തന്നെ തരാൻ വന്നതാണ്, പിന്നെ നീ ഇപ്പോൾ യൂണിഫോമിലല്ലല്ലോ, പോലീസിനെ തല്ലി എന്നുള്ളത് തോമാച്ചായന് കേസ് വേണ്ടല്ലോ, നിനക്ക് സ്പടിയും കളിക്കണം അല്ലേടാന്നും പറഞ്ഞ് തുടങ്ങാടാ എന്ന് പറഞ്ഞിട്ട് സോമശേഖരനെ അങ്ങോട്ട് തല്ലുകയാണ്. ആദ്യം സോമശേഖരൻ തടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ ശിവൻ്റെ അടി നല്ലോണം മുക്കിനിട്ടൊക്കെ ഇടിക്കുകയാണ്. ശിവനാണെങ്കിൽ നന്നായിട്ട് കിട്ടുന്നുണ്ട്, ശിവൻ്റെ കയ്യിൽ നിന്ന് അടി കൊണ്ട് താഴെ വീഴുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ദേഹപ്പോട്ട് ചവിട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒരു സ്ഥലത്തേക്കൊക്കെ എടുത്ത് എറിഞ്ഞിട്ട് കൈ നല്ലവണ്ണം പിടിച്ച് തിരിക്കണം, വിരലിങ്ങനെ ഒടിക്കുന്നില്ല, ഇങ്ങനെ കറക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നീ ഈ കൈ കൊണ്ട് എൻ്റെ നഖത്തിനിടയിൽ ഒരു മുട്ടുസൂചി കയറ്റി, നിന്നെ പോലുള്ള പോലീസുകാർക്ക് ഒരു മൂന്നാം മുറയൊക്കെ ഇപ്പോഴുണ്ടെന്നാണ് വിചാരം, അതിന് ഇനി ആരെയും നീ ലോക്കപ്പിലിട്ട് തല്ലണ്ട, നിനക്ക് ഈ കൈ വേണ്ട, ഞാൻ അങ്ങോട്ട് ഇടുക്കുകയാണ്, ഞാൻ ഒടിക്കുകയാണെന്ന് പറയുമ്പോൾ അയ്യോ വേണ്ട എനിക്ക് ജീവിക്കണമെന്ന് പറഞ്ഞ് വേദന കൊണ്ട്
സോമശേഖരൻ അങ്ങോട്ട് കിടന്ന് വിളിക്കുകയാണ്. അതിന് മുന്നേ ഈ തറയിൽ വീഴുമ്പോൾ തൊഴുകയൊക്കെ ചെയ്യുന്നുണ്ട്, എന്നെ കൊല്ലല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് ജീവിക്കണമെന്നൊക്കെ പറയുമ്പോൾ വേണ്ട നീ ഇനി ആരെയും വിൽക്കണ്ട എന്നൊക്കെ പറയും, നിന്നെ ഇപ്പോൾ ഇവിടെ നിന്ന് ചവിട്ടി കൂട്ടിയിട്ട് ആ ചതുപ്പ് നിലത്തിലേക്ക് എഴുതി കഴിഞ്ഞാൽ ബോഡി പോലും കിട്ടില്ല, പിന്നെ ഒരു റീത്ത് അങ്ങോട്ട് വെച്ചാൽ മതി, അത് വേണമെന്നൊക്കെ ചോദിക്കും. അന്നേരം വേണ്ട എനിക്ക് ജീവിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. അന്നേരം ഇപ്പം നിനക്ക് എന്താ സംഭവിച്ചതെന്നാൽ കൈ പിടിച്ച് തിരിച്ചു ചോദിക്കുമ്പോൾ ബൈക്ക് സ്ലിപ്പായതാണ്, ഇങ്ങനെ പെട്ടെന്ന് വെപ്രാളത്തിൽ പറയണം, വേദന ഉണ്ട്. അന്നേരം അങ്ങനെ തന്നെ ആയിക്കോട്ടെ, പക്ഷെ നീ ഇനി പുറത്ത് പറഞ്ഞാലും എനിക്കെതിരെ ഒരു പെറ്റി കേസ് അല്ല, പക്ഷേ എൻ്റെ അടി കിട്ടി എന്നുള്ള നിനക്കുള്ള മാനക്കേട് അത് 7 കുളത്തിൽ കുളിച്ചാലും തീരാനായിട്ട് പോകുന്നില്ല, ഓർത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും തറയിലേക്ക് കൊണ്ട് എടുത്തിട്ട് നെഞ്ചത്തൊക്കെ ചവിട്ടുന്നുണ്ട്. അന്നേരം സോമശേഖരൻ അങ്ങ് തൊഴുകയാണ് വേദന കൊണ്ട്. ഇല്ല ഇനി ഞാൻ ഒരു തെറ്റും ചെയ്യില്ല, ഒന്നും ചെയ്യില്ല എന്നൊക്കെ ഇങ്ങനെ തൊഴുതു പറയുന്നുണ്ട്. എന്നിട്ട് അവസാനം ശിവൻ മതിയാക്കിയാണ്. എന്നിട്ട് വീണ്ടും അവിടെ കിടക്കുന്ന ബോളുണ്ടല്ലോ, അതിന് മുന്നേ തറയിൽ വീണൊക്കെ എടുത്തെറിഞ്ഞിട്ട് നിനക്ക് സ്പടികം കളിക്കണമല്ല എന്ന് അല്ലേടാന്ന് പറഞ്ഞ് ശിവൻ തന്നെ കൈ ഉരുട്ടില്ല മോഹൻലാൽ അടുത്തോമേൽ സ്പടികത്തിൽ അടിക്കുന്ന പോലെ ഈ സോമശേഖരൻ്റെ തലയിൽ കൈലി കൊണ്ട് മുണ്ടിനോരം കൈലി കൊണ്ട് മൂടിയിട്ട് നന്നായിട്ട് തല്ലുന്നുണ്ട്. അതിനുശേഷമാണ് ഈ കൈയൊക്കെ പിടിച്ച് തിരിക്കുന്നത്. പിന്നീട് ഈ വീണ് ഇങ്ങനെ തറയിൽ കിടക്കുമ്പോഴും ഇങ്ങനെ തൊഴുകയാണ് ശിവനാണെങ്കിൽ പിന്നീട് ആ ബോൾ എടുത്തിട്ട് വീണ്ടും സോമശേഖരനെ ചുറ്റും റൗണ്ടൊക്കെ കറക്കിയിട്ട് അങ്ങ് പോകുന്നുണ്ട്. പക്ഷെ ആകെ പേടിച്ചിരിക്കുകയാണ് സോമശേഖരൻ അവിടെ. ഇതേസമയം അവിടെ ദീപുവിന് വീട് വയ്ക്കുന്ന ഒരു കുറ്റിയടിക്കൽ ചടങ്ങ് കാണിക്കുന്നുണ്ട്. തിരുമേനിയും കുറേ ആൾക്കാരും പിന്നെ ദീപുവും സുധാകരനും പിന്നെ ശാലിനിയും സത്യയും പപ്പിയും പിന്നെ അനുപല്ലവിയും ഒക്കെ ഉണ്ട്. ആദ്യം ഭൂമി പൂജയൊക്കെ തിരുമേനി നടത്തുന്നുണ്ട്. എന്നിട്ട് കാഹളം കുമാരനൊക്കെ ഉണ്ട്. കുമാരൻ പറയുന്നുണ്ട്, എല്ലാവരും പറയും ഇങ്ങനെയെങ്കിലും കൂര വെച്ച് കയറി താമസിച്ചാൽ മതിയെന്ന്. പക്ഷേ അതൊന്നും പെട്ടെന്നൊന്നും നടക്കില്ല, വീട് വയ്ക്കുമ്പോൾ വാസ്തു നോക്കണം, പിന്നെ ഭൂമിയുടെ ഇത് നോക്കണം, പിന്നെ ആ ഒരു സമയമാവണം എന്നൊക്കെ ഇങ്ങനെ അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അന്നേരം ഈ തിരുമേനി പറയുന്നുണ്ട്, ഇനി നമുക്ക് കുറ്റിയടിക്കാം, ഗണപതി ഭഗവാനെ വിചാരിച്ചുകൊള്ളുക, പിന്നെ അത് കഴിഞ്ഞ് കുറ്റിയടിച്ചതിന് ശേഷം കല്ലിടൽ ചടങ്ങ് നടത്താം, വിശ്വകർമാവിനെയൊക്കെ മനസ്സിൽ വിചാരിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് കുറ്റിയെടുപ്പ് അവിടെ നടക്കുന്നുണ്ട്. അന്നേരം ഈ കാഹളം കുമാരൻ പറയുന്നുണ്ട്, ആ വീടിൻ്റെ ദിശയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. കിഴക്കോട്ട് ദർശനമാണെങ്കിൽ നല്ലതാണ്, രക്ഷപ്പെടും, പടിഞ്ഞാറോട്ട് കുഴപ്പമില്ല, തെക്കോട്ട് ഒട്ടും പാടില്ല എന്നൊക്കെ ഇങ്ങനെ അതിൻ്റെ ശാസ്ത്രവശമൊക്കെ പറയുന്നുണ്ട്. തുടർന്ന് കുറ്റിയടിക്കലൊക്കെ അവിടെ നടക്കുകയാണ് ചെയ്യുന്നത്. അന്നേരം ദീപുവിൻ്റെ അമ്മയാണെങ്കിൽ ശോഭന വന്ന് ശാലിനി ഇങ്ങനെ തൊഴുതുകൊണ്ട് നന്ദിയുണ്ട് മാഡം എന്ന് പറയുകയാണ്, കരയുകയാണ്. അന്നേരം കരയൊന്നും വേണ്ട, സന്തോഷമായില്ലേ എന്ന് പറയുകയാണ്. അന്നേരം ദീപുവിനോട് കുട്ടികൾ പറയുന്നുണ്ട്, ഇനി എത്രയും കുറച്ച് കഴിയുമ്പോൾ വിടാം, അപ്പോൾ അവിടെ കയറി താമസിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം ഈ ശോഭന പറയുന്നുണ്ട്, എൻ്റെ മോൾക്കായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം, പക്ഷേ അവളിപ്പോൾ ഇല്ലല്ലോ എന്ന് പറയുകയാണ്. അന്നേരം അവളില്ലെങ്കിൽ അവളുടെ ആഗ്രഹം ഞങ്ങളിലൂടെ സാധിച്ചു തന്നില്ലേ, സന്തോഷമായിട്ടിരിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. തുടർന്ന് സുധാകരനെ കുഞ്ഞിനെയൊക്കെ വിളിച്ചിട്ട് സന്തോഷമായില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് ശോഭനയോടും കുട്ടിയോടും ഒക്കെ. അതിന് ശേഷമാണെങ്കിൽ അനുപല്ലവിയോട് ശാലിനി പറയുന്നുണ്ട്, ഇവർക്ക് അതുവരെ താമസിക്കാനായിട്ടൊരു സുരക്ഷിതമായൊരു സ്ഥലം വേണമെന്ന്. അനുവിൻ്റെ പരിചയത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പരിചയമുള്ള ഒരു ആശ്രമമുണ്ട്, ഞാനൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അനുപല്ലവി അവിടെ ഫോൺ ചെയ്യുന്നുണ്ട്. തുടർന്നാണെങ്കിൽ അവിടെ ആ ഒരു ചടങ്ങെല്ലാം അങ്ങ് നടക്കുകയാണ്. അന്നേരം സത്യയും പപ്പിയും ഒക്കെ സന്തോഷമാവുകയാണ്. ശോഭനയും സുധാകരനും ഒക്കെ ശാലിനിക്ക് നന്ദി പറയുന്നുണ്ട്. ദൈവ മാഡത്തിൻ്റെ രൂപത്തിലാണ് ഞങ്ങൾ കണ്ടത്, വളരെ നന്ദിയുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം കുട്ടികൾക്ക് സന്തോഷമായില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ കുട്ടികളും സന്തോഷത്തോടെ നിൽക്കുകയാണ്. അതിനുശേഷം ശിവനാണെങ്കിൽ അവിടെ സത്യഭാമയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അന്നേരം ശിവൻ പറയുന്നുണ്ട്, എനിക്ക് സുഖമില്ലാതായിരുന്നു, ഇപ്പം ഞാൻ ഓക്കെയാണ്, അതാണ് വരാൻ താമസിച്ചതെന്ന് പറയുമ്പോൾ പക്ഷേ ഞാൻ ഓക്കെ അല്ല എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ശിവനൊന്നും മനസ്സിലാവുന്നില്ല. എനിക്ക് ചില കാര്യങ്ങൾ ശിവനോട് ചോദിക്കാനുണ്ട് എന്ന് പറയുകയാണ്. അന്നേരം ചോദിച്ചോളൂ, എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാമെന്ന് പറയാമെന്ന് പറയുമ്പോൾ ഭാമ അവിടെ കസേരയിലിരിക്കുന്നുണ്ട്. പൊന്നി അങ്ങോട്ടത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പറയുകയും, ഞാൻ നിന്നെ എൻ്റെ മകൻ വിഷ്ണുവിനെ പോലെയാണ് ആ ഒരു സ്ഥാനത്ത് തന്നെയാണ് കാണുന്നത്, പക്ഷേ എൻ്റെ ഒരു മരുമകൾ ശാലിനിയെ നിന്നെ അതേ സ്ഥാനത്താണോ കാണുന്നത് എന്നാണ് എനിക്ക് അറിയേണ്ടത് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഈ ചോദ്യം ഞാൻ വിഷ്ണുവിനെ പോലെ കാണുന്നത് കൊണ്ടാണ് ഈ ചോദ്യം, അതുകൊണ്ടാണ് ചോദിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അന്നേരം ഈ ചോദ്യം ശാലിനിയോട് ചോദിച്ചില്ലേ എന്ന് ചോദിക്കുകയാണ് ശിവൻ തിരിച്ച്. അന്നേരം എനിക്ക് അവരുടെ ഉത്തരമല്ല, നിൻ്റെ ഉത്തരമാണ് അറിയേണ്ടത്, നിങ്ങൾ തമ്മിലുള്ള ബന്ധം അതെങ്ങനെയാണ് എന്നുള്ളത് എനിക്കറിയാം. രാത്രിയൊക്കെ കളക്ടർ ഇറങ്ങി നടക്കുക എന്ന് പറഞ്ഞാൽ അത് നാട്ടിൽ നടപ്പുള്ള കാര്യമല്ല, എനിക്കത് അപമാനമാണ്, പ്രത്യേകിച്ച് എൻ്റെ മകൻ നാട്ടിലില്ലാത്തപ്പോൾ എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരമാണെങ്കിൽ എനിക്ക് സുഖമില്ലാതായി എന്നുള്ളത് സത്യം തന്നെയാണ്, അത് ശാലിനി വന്നു എന്നുള്ളതും സത്യം തന്നെ. ശാലിനി കൊണ്ടുവന്ന ആ ഒരു ഇഞ്ചക്ഷൻ്റെ ബലത്തിലാണ് എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതും ഒക്കെ. അത് വീട്ടിലെ ഒരു ഡ്രൈവറോട് കാണിക്കുന്ന പരിഗണന, അല്ലാതെ ഞാൻ വേറൊന്നും ആഗ്രഹിച്ചിട്ടില്ല, അർഹിക്കാത്തൊന്നും ഞാൻ പണ്ടും ആഗ്രഹിച്ചിട്ടില്ല, ഇപ്പോഴും ആഗ്രഹിക്കില്ല, അങ്ങനെ തന്നെയാണ് ഒരു ഡ്രൈവറോട് കാണിക്കുന്ന പരിഗണന. അത് അങ്ങനെ കണ്ടാൽ പോരെ, അല്ലാതെ വേറൊന്നും അതിൽ വിചാരിക്കേണ്ട. പിന്നെ ആർക്കും അറിയാത്ത രഹസ്യം അതിൻ്റെ പിന്നിലുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ സത്യഭാമ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. അങ്ങനെ ശിവൻ മിണ്ടാതെ നിൽക്കുന്നു. ഇത്രയുമേ ഈ ഒരു സീനിൽ കാണിക്കുന്നുള്ളൂ. അന്നേരം ഇത് എന്തൊക്കെയോ ഒരു ആത്മബന്ധം എന്നല്ല പോലെയുള്ളത് സത്യയോടും പപ്പിയോടും അങ്ങനെയുള്ളതൊക്കെ ശിവൻ പറയുമോ എന്നറിയില്ല.
ഇത്രയുമേ കാണിക്കുന്നുള്ളൂ. പിന്നീട് പറയുന്നത് ഇതിൽ കാണിക്കുന്നത് നേരത്തെ അനുപല്ലയോട് പറഞ്ഞല്ലോ ഒരു ആശ്രമത്തിൻ്റെ കാര്യം, അവിടെ ദീപുവിനെയും അവരെ കൊണ്ട് താമസിപ്പിക്കാനായിട്ട്. ഇനി ആ ആശ്രമത്തിലാണോ അവിടെ ശാരദാമ്മ ഉള്ളത് എന്നാണ് അറിയേണ്ടത്. ഇവരെ കൊണ്ടാക്കാനായിട്ട് ഇനി ശാലിനി പോകുമ്പോൾ ശാരദാമ്മയെ അവിടെ വെച്ച് ഇനി കാണുമോ എന്തെങ്കിലും ഒക്കെയാണ് അറിയേണ്ടത്. അതൊക്കെ നമുക്ക് വരും എപ്പിസോഡിൽ കാണാം. ഓക്കെ, താങ്ക് യു.